ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്രാവശ്യം മുതൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. പുതിയ ടെക്സ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക്, അതായത് പാർട്ട് 1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കില് 3 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ, യൂണിറ്റ് 2 വോയിസസ് ഇൻ യൂണിസൺ ആൻഡ് യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന 3 യൂണിറ്റുകളാണ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതിന്റെ അടിയിൽ ഓരോ ഐക്കൺസ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റീസ്, ലെറ്റ്സ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം ആദ്യത്തെ യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യൂണിറ്റ് 1 എന്താ? യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. അപ്പൊ എന്താണ് ബിയോണ്ട് ഫിയർ? ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടുകാർക്ക് അറിയില്ലേ? ഫിയർ എന്ന് പറഞ്ഞാൽ പേടി, ഭയം എന്നൊക്കെ പറയും. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം. അപ്പൊ രണ്ടും കൂടെ കൂട്ടി ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഭയത്തിനപ്പുറം. ഓക്കെ, അതിന്റെ അടിയിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താ അതിന്റെ അടിയിൽ ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ കോട്ട്സ് ആണ്. എന്താണ് നോക്കി നോക്കാം. A true hero is not defined by their strength, but by their ability to inspire and lead others. എന്താണ് പറയുന്നത്? ഒരു ട്രൂ ഹീറോ, ഒരു യഥാർത്ഥത്തിലുള്ള ഹീറോ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? സ്ട്രെങ്ത് ആണ് ശക്തി. അപ്പൊ ഒരു ട്രൂ ഹീറോ എന്ന് പറയുന്നത് എന്തല്ല, അവർക്ക് എത്രത്തോളം ശക്തി ഉണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല. പിന്നെ എങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഹീറോനെ നമ്മൾ തിരഞ്ഞെടുക്കുക? ബട്ട് their ability to inspire and lead others. ബാക്കിയുള്ളവരെ അവര് എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യുന്നത്? ഇൻസ്പയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രചോദനം. അതുപോലെ ബാക്കിയുള്ളവരെ അവരെങ്ങനെയാണ് നയിക്കുന്നത്? അപ്പൊ അങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിലുള്ള ഹീറോ ഉണ്ടാവുന്നത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കി നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. അപ്പൊ എന്താണ്? കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചേഴ്സിൽ എന്താ പറയുന്നത്? നമുക്ക് പിക്ചർ നോക്കി നോക്കാം. ആദ്യം മഹാത്മാഗാന്ധിജിയുടെ ഒരു പിക്ചർ ആണ്. എന്താ? ഈ പ്രളയ സമയത്ത് രക്ഷിക്കാൻ വന്ന ആൾക്കാര്, ഫാർമർ, പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നതുണ്ട്, പിന്നെ ഒരു ഫയർമാൻ ഉണ്ട്, മദർ തെരേസയുടെ പിക്ചർ ഉണ്ട്. Why do we remember them as heroes? അപ്പൊ ഈ പിക്ചേഴ്സിൽ തന്നിരിക്കുന്നവരൊക്കെ ആരാണ്? ഹീറോകളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ ഹീറോസ് എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? They remind us the proud of legacy of services and sacrifice. അപ്പൊ അവര് നമ്മളെ എന്തൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്? ത്യാഗത്തിനെയും അതുപോലെ അവര് സേവനങ്ങളുടെ പാരമ്പര്യത്തിനും. അതായത് നമ്മുടെ പ്രളയം വന്നപ്പോൾ നമ്മളെ രക്ഷിക്കാനായിട്ട് എന്താണ്? ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അതുപോലെ മദർ തെരേസ, മഹാത്മാഗാന്ധിജി, ഫാർമർ ആയാലും നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ എന്താണ്? ഫാർമർ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇവരൊക്കെ എന്താണ്? ബാക്കിയുള്ളവരെ സഹായിക്കുകയും ബാക്കിയുള്ളവരെ എന്താണ്? ലീഡ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവരെ നാം ഹീറോകൾ എന്ന് പറയുന്നത്. ഓക്കെ, what special qualities make them heroes? അപ്പൊ ഇവരിലുള്ള എന്ത് സ്പെഷ്യൽ ക്വാളിറ്റിയാണ് ഇവരെ ഹീറോകളാക്കുന്നത്? എന്താണ്? ഇവരുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്വാളിറ്റീസ്? അപ്പൊ നമുക്ക് എഴുതാം. ഏതൊക്കെ? കറേജ്, സെൽഫ്ലെസ്നെസ്, അതുപോലെ നോബിൾ ക്വാളിറ്റീസ്. കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യം. സെൽഫ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്വാർത്ഥത. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കാണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കെല്ലാം. അത് മാത്രമല്ല, നോബിൾ ക്വാളിറ്റീസ്, ബാക്കിയുള്ള കുറെ മാന്യമായ ഗുണങ്ങളും ഇവർക്കുണ്ട്. അപ്പൊ ഇതൊക്കെയാണ്, ഈ ക്വാളിറ്റീസ് ഒക്കെയാണ്
എന്ത് ചെയ്യുന്നത്? ഇവരെയൊക്കെ ഹീറോസ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇനിയാണ് നമ്മുടെ സ്റ്റോറി വരാൻ പോകുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദി സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. അപ്പൊ ഒരു ചെറിയൊരു ലിറ്റിൽ ഹീറോയുടെ ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കി നോക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ കൈകളും ബിഗ് കറേജ് വലിയ ധൈര്യവും. ഓക്കെ, കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? കറേജ് ധൈര്യം. ഓക്കെ, fun time, Dilna and her little brother Isaac were playing in the backyard of their house. അപ്പൊ എന്താണ്? ദിൽനയും അതുപോലെ ദിൽനയുടെ ലിറ്റിൽ ബ്രദർ ആയിട്ടുള്ള ഇസാക്കും കൂടിയിട്ട് എന്ത് ചെയ്യാണ്? കളിക്കുകയാണ്. എവിടെയാണ് കളിക്കുന്നത്? ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിന്റെ ബാക്ക്യാർഡ്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ എന്താ? പിൻമുറ്റം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്ക്യാർഡ് പിന്നാമ്പുറത്ത് കളിക്കുകയാണ്. ഓക്കെ, അപ്പൊ അവർ കളിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിൽന looked up the sky and said. അപ്പൊ എന്താണ്? ദിൽന ആകാശത്തേക്ക് നോക്കി പറയാണ്, ഇസാക്ക്, we should go inside. I think it's going to rain. അപ്പൊ എന്താണ് ദിൽന പറയുന്നത്? ഇസാക്കിനോട് തന്റെ ലിറ്റിൽ ബ്രദറിനോട് പറയാണ്, we should go inside. നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് പോകേണ്ടി വരും. എന്താണ്? I think it's going to rain. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇസാക്കിനോട് ദിൽന പറഞ്ഞു. ഓക്കെ, yes, let's go. ഇസാക്ക് nodded a little worried. അപ്പൊ ഇസാക്ക് എന്താ? ഇസാക്ക് കുറച്ച് പേടിച്ചിട്ട്, ലിറ്റിൽ worried എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് വിഷമം, പേടിച്ചിട്ട് എന്താ? നോഡ് ചെയ്തു പറഞ്ഞാല് തലയാട്ടി. അങ്ങനെ ഇസാക്ക് പറഞ്ഞു, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് തലയാട്ടി. Both of them quickly ran into the house. അപ്പൊ അവരെന്താ? അവർ രണ്ടുപേരും പെട്ടെന്ന്. ക്വിക്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന്. അപ്പൊ അറിയാത്ത വേർഡ്സ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ എന്ത് ചെയ്യണം? അവിടെ അതിന്റെ മീനിങ് എഴുതി വെക്കണം. ക്വിക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവരെന്ത് ചെയ്തു? വീടിന്റെ ഉള്ളിലേക്ക് ഓടി. They went straight to the kitchen and spotted a plate of cookies on the table. അപ്പൊ അവർ നേരെ എങ്ങണ്ടാ പോയേ? നേരെ അവര് കിച്ചണിൽ പോയി. അപ്പൊ അവിടെ അവരെന്താ കണ്ട്? അവിടെ അവര് കുക്കീസ്, ടേബിളിൽ ഇരിക്കുന്ന കുക്കീസ്, ബിസ്ക്കറ്റ്സ് കണ്ടു. ഓക്കെ, cookies, Isaac said with a big smile on as he grabbed one. അപ്പൊ എന്താണ്? കുക്കീസോ എന്നിങ്ങനെ സന്തോഷത്തോടെ നമ്മൾ പറയില്ലേ? അപ്പൊ അങ്ങനെ ഇസാക്ക് പറഞ്ഞിട്ട് അതെന്താ? അതിൽ നിന്ന് ഒരെണ്ണം ഗ്രാബ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു അല്ലെങ്കിൽ എടുത്തു എന്നൊക്കെ മീനിങ് വരും. ഓക്കെ, ദിൽന ടു grabbed a cookie. അപ്പൊ ഇസാക്ക് എടുത്ത പോലെ എന്താണ്? ദിൽനയും ഒരെണ്ണം എടുത്തു. Mom, it's raining, Isaac shouted. There was no reply. അപ്പൊ എന്താണ്? അപ്പൊ ഇസാക്ക് വിളിച്ചു പറയുന്നുണ്ട്, മോം ഇവിടെ നല്ല മഴയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുമ്പോ എന്താ? മോമിന്റെ സൈഡിൽ നിന്ന് റിപ്ലൈ ഒന്നും വന്നില്ല. ഇനി അതിന്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കി നോക്കാം. Where were the children playing? അപ്പൊ എവിടെയാണ് കുട്ടികൾ കളിക്കുന്നത്? എവിടെയാണ്? The children are playing in the backyard of the house. അപ്പൊ കുട്ടികൾ എവിടെയാണ്? കുട്ടികള് വീടിന്റെ എന്താണ്? പിൻഭാഗത്താണ്, ബാക്ക്യാർഡിലാണ് കളിക്കുന്നത്. Do you like playing in the rain? അപ്പൊ എന്താണ്? കൂട്ടുകാർക്ക് മഴയത്ത് കളിക്കുന്നത് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ yes എന്ന് എഴുതാം, അല്ലെങ്കിൽ no എന്ന് എഴുതാം. There was no reply from mother. What may be the reason? അപ്പൊ എന്താണ്? അമ്മയുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പൊ അതിന് കാരണം എന്തായിരിക്കും? അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോറിയുടെ അടുത്ത ഭാഗം നോക്കണം. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. Tears of fear. എന്താണ് tears? Tears എന്ന് പറഞ്ഞാൽ എന്താ? Tears ആണ് കണ്ണുനീർ. അപ്പൊ കണ്ണുനീരും ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? പേടി അല്ലെങ്കിൽ ഭയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്?
tears of fear. അപ്പൊ എന്താണ് പേടി, എന്തിനാണ് കരയണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. Then they ran into the living room. അപ്പൊ അമ്മനെ വിളിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവര് ലിവിംഗ് റൂമിലേക്ക് പോയി. Mother was lying on the floor. അപ്പൊ എന്താണ്, അമ്മ എന്താ ഫ്ലോറിൽ നിലത്ത് അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. Mom, Dilna called loudly. അപ്പൊ എന്താണ്, അമ്മാനെ വിളിക്കുന്നുണ്ട്. ആര്, ദിൽന നല്ല ഉറക്കനെ വിളിക്കുന്നുണ്ട്. She didn't answer. അപ്പൊ എന്താണ്, പക്ഷെ അമ്മ എന്ത് ചെയ്തു, ആൻസർ ഒന്നും തന്നില്ല. Why is mom lying on the floor? Is she sleeping? ഇസാക്ക് asked his sister. അപ്പൊ ഇസാക്ക് ചെറുതാണ്, അപ്പൊ എന്താണ്, ഇസാക്കിന് അറിയില്ല. അപ്പൊ ഇസാക്ക് ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ താഴ്ത്തി കിടക്കുന്നത്, അമ്മ ഉറങ്ങാണോ എന്ന് ചേച്ചിയോട് ചോദിക്കാണ്. അപ്പൊ ലൈങ് എന്ന് പറഞ്ഞാൽ എന്താ, കിടക്കുന്നു. ഓക്കെ, അപ്പൊ പറയുന്നുണ്ട്, Mom, wake up, he cried. അപ്പൊ ഇസാക്ക് കരഞ്ഞിട്ട്, മോം, അമ്മ എണീക്ക് എണീക്ക് എന്ന് ഇസാക്ക് കരഞ്ഞിട്ട് പറയുന്നുണ്ട്. Don't worry, Isaac, she will be okay. Dilla said, trying to console him. അപ്പൊ എന്താണ്, ചേച്ചി അനിയനോട് പറയാണ്, നീ പേടിക്കൊന്നും വേണ്ട, എന്താണ്, അമ്മ ഓക്കെ ആവും എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് എന്താ, ഇസാക്കിനെ ദിൽന ആശ്വസിപ്പിക്കുകയാണ്. അപ്പൊ കൺസോൾ എന്ന് പറഞ്ഞാൽ എന്താ, ആശ്വസിപ്പിക്കുക. ഓക്കെ അല്ലേ. ദിൽന rushed to her mother's side and shook her gently. അപ്പൊ എന്താണ്, അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മനെ ഇങ്ങനെ എന്താണ്, നല്ല സൗമ്യമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഷുക്ക്, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ കുലുക്കുക. ഓക്കെ, Mom, please wake up. ദിൽന begged, but she didn't move. അപ്പൊ ദിൽന അമ്മനോട് പറയാണ്, അമ്മ ഒന്ന് എണീക്ക് എന്ന് പറയാണ്. പക്ഷെ ഇത് പറയുമ്പോഴൊന്നും എന്താണ്, അമ്മ അനങ്ങുന്നല്ല. ഓക്കെ, ദിൽന tried again, shaking her a little harder. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം ദിൽന ഇങ്ങനെ സൗമ്യമായിട്ട് മെല്ലെ ഇങ്ങനെ അനക്കി നോക്കി, പക്ഷെ ഒരു റെസ്പോൺസും ഇല്ല. അപ്പൊ എന്താണ്, അപ്പൊ ദിൽന ഒന്നും കൂടി ഹാർഡായിട്ട് ഒന്ന് കുലുക്കി നോക്കി. ഇസാക്സ് eyes filled with tears. അപ്പൊ ഇതൊക്കെ കാണുമ്പത്തിന് എന്താണ്, ഇസാക്കിനാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. What could have happened to the mother? അപ്പൊ എന്തായിരിക്കും മദറിന് സംഭവിച്ചിട്ടുണ്ടാവുക? Their mother fainted and falls down on the floor. അപ്പൊ അമ്മ എന്താണ്, ഫ്ലോറിൽ ഇങ്ങനെ കിടക്കാണ്. What did Dilna do to wake her mother up? അപ്പൊ എന്താണ് അമ്മ നീക്കാൻ വേണ്ടി ദിൽന ചെയ്തത്? Dilna rushed to her mother's side and shook her gently. അപ്പൊ അമ്മയുടെ ഭാഗത്തേക്ക് പോയിട്ട് എന്താണ്, മെല്ലെ ഒന്ന് അമ്മനെ കുലുക്കി നോക്കി. But she didn't move. പക്ഷെ എന്താണ്, അമ്മ അനങ്ങിയില്ല. അപ്പൊ ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, ദിൽന ഒന്നും കൂടി ഹാർഡർ ആയിട്ട് അമ്മനെ ഒന്ന് തട്ടി വിളിച്ചു. What will Dilna and Isaac do next? അപ്പൊ ഇനി എന്തായിരിക്കും ദിൽനയും ഇസാക്കും ചെയ്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കി നോക്കാം. The courage. അപ്പൊ courageന്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. courage എന്താ, ധൈര്യം. ഓക്കെ, അപ്പൊ അറിയാത്ത മീനിങ് നമ്മൾ വരച്ചിട്ട് എഴുതി വെക്കുക. ദിൽന വാസ് ഓൺലി 8 years old. അപ്പൊ ദിൽനക്ക് എത്ര വയസ്സാണ്? ദിൽനക്ക് ആകെ 8 വയസ്സാണുള്ളത്. But as the elder child, she had to do something. പക്ഷെ ദിൽന എന്താണ്, വീട്ടിലെ എൽഡർ ചൈൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിൽനക്ക് എന്തേലൊക്കെ ചെയ്തേ പറ്റുള്ളൂ. She felt scared. Scared എന്ന് പറഞ്ഞാൽ എന്താണ്, പേടിച്ചു, കുറച്ച് പേടി വന്നിട്ടുണ്ട് ദിൽനക്ക്. But she knew she had to stay calm. She looked everywhere. പക്ഷെ എന്താണ്, പേടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് കാമായിട്ട് ഇരിക്കണം എന്ന് ദിൽനക്ക് അറിയാം. അങ്ങനെ ദിൽന ചുറ്റും ഒന്ന് നോക്കി. Suddenly, Dilna remembered the game she used to play with her grandmother. അപ്പോഴാണ് ദിൽനക്ക് എന്ത് ഓർമ്മ വന്നത്? ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിക്കാറുണ്ടായിരുന്ന ഒരു ഗെയിമിനെ പറ്റി ദിൽനക്ക് ഓർമ്മ വന്നത്. She remembered her grandmother asking to call 101 in times of emergency. അപ്പൊ എന്താണ്, അപ്പൊ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ 101, അതായത് 101 എന്ന നമ്പറിലേക്ക് വിളിക്കണം എന്നുള്ളത് അമ്മമ്മ പറഞ്ഞത്
ദിൽനക്ക് ഓർമ്മ വന്നത്. വാട്ട്സ് യുവർ നെയിം? Where do you live? Dilna realized this was not a game anymore. She knew what she had to do. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെ വിളിച്ചപ്പോഴാണ് വാട്ട്സ് യുവർ നെയിം? Where do you live? എന്താണ് പേര്? എവിടെ താമസം എന്ന് ചോദിക്കുന്നത് കേട്ടത്. അപ്പൊ ദിൽനക്ക് മനസ്സിലായി എന്ത്? ഇതൊരു ഗെയിം അല്ല എന്നുള്ളത് ദിൽനക്ക് അപ്പോഴാണ് മനസ്സിലായത്. Why did Dilna stay calm? എന്തുകൊണ്ടാണ് ദിൽന calm ആയിട്ട് നിന്നത്? She stayed calm because she knew what she had to do during emergency. അപ്പൊ എന്താണ്? ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയല്ല വേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് ദിൽനക്ക് അറിയാം. അപ്പൊ അതുകൊണ്ടാണ് ദിൽന calm ആയിട്ടിരുന്നത്. What was the game that Dilna used to play with her grandmother? അപ്പൊ ഏത് ഗെയിം ആയിരുന്നു ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിച്ചത്? Her grandmother asked to call 101 in times of emergency. അപ്പൊ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ 101ലേക്ക് വിളിക്കണം എന്നുള്ളത്. അപ്പൊ അതായിരുന്നു ആ ഗെയിം. What do you think Dilna is going to do? എന്തായിരിക്കും ദിൽന ചെയ്യണ്ടാവുക? ഐ തിങ്ക്. അപ്പൊ കൂട്ടുകാർക്ക് എന്താ തോന്നണെന്ന് വെച്ചാൽ അത് എഴുതാം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. I think Dilna is going to call the emergency helpline number. അപ്പൊ എന്താണ്? ദിൽന എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാവും ചെയ്യണ്ടാവുക. നോക്കി നോക്കാം നമുക്ക്. The call for help. She ran to the phone and dialed 101, the helpline number. അപ്പൊ എന്താണ്? ദിൽന ഓടിപ്പോയിട്ട് 101 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചു. Her hands were shaking. അപ്പൊ എന്താണ്? പേടിച്ചിട്ട് എന്താണ്? 8 വയസ്സ് മാത്രമാണ് ദിൽനക്ക് ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ എന്താ? ദിൽനയുടെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ട്. A lady voice came on the line. അപ്പൊ എന്താണ്? ഒരു ലേഡിയുടെ വോയിസ് അപ്പുറത്തെ ലൈനിൽ വന്നു. 101, what's your emergency? അപ്പൊ എന്താണ്? അത് 101 തന്നെയാണ്. എന്താണ് നിങ്ങളുടെ എമർജൻസി എന്ന് ചോദിക്കാണ്. ദിൽന took a deep breath. അപ്പൊ എന്താണ്? അപ്പൊ ഇത് കേട്ടപ്പോ ദിൽന ഒരു ശ്വാസം ഡീപ് ബ്രീത്ത് എടുക്കില്ല. അപ്പൊ അതെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹലോ, മൈ നെയിം ഈസ് ദിൽന. എന്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ഇസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എന്റെ അമ്മ എന്താണ്? നിലത്ത് വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺട് വേക്ക് ഹെർ അപ്പ്. എനിക്ക് എന്താണ്? അമ്മനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയാണ്. ദ ലേഡി ആസ്ക്ഡ്. അപ്പൊ ലേഡി ചോദിക്കുകയാണ്, where is your father? നിങ്ങളുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദിൽന മറുപടി പറയുന്നുണ്ട്, he is working abroad. എവിടെയാണ്? abroad ആണ്, ഗൾഫിലാണ്. Okay ദിൽന, you are doing a great job. അപ്പൊ എന്താണ്? ദിൽനോട് പറയാണ്, ദിൽന ചെയ്തത് ഒരു വലിയ കാര്യമാണ്. Can you tell me your address? എന്താണ് അഡ്രസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. The lady spoke softly but seriously. അപ്പൊ ഈ ദിൽനയുടെ പേടിയൊക്കെ ഒന്ന് മാറ്റാന് ഈ ലേഡി കുറച്ച് സോഫ്റ്റ് ആയിട്ട്, പക്ഷെ ആ സമയം തന്നെ കുറച്ച് സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. ഓക്കെ. Dilna remembered to speak loudly and clearly, just like her grandmother had taught her. അപ്പൊ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോ ഗ്രാൻഡ് മദർ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ലൗഡ് ആയിട്ട് ക്ലിയർ ആയിട്ട് വേണം പറയാൻ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ദിൽന പറയാണ്, I live at 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. അപ്പൊ ചെറുവപ്പാടിയിലെ രാംനഗർ സ്ട്രീറ്റിലെ 1203 ഞങ്ങൾ താമസിക്കുന്നത് എന്ന് ദിൽന അഡ്രസ് പറഞ്ഞു കൊടുത്തു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. അപ്പൊ എന്താണ് ലേഡി പറഞ്ഞത്? ദിൽനോട് താങ്ക്സ് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞു. Stay on the phone with me until the fireman gets there. Okay. ദിൽന agreed. അപ്പൊ എന്താണ്? ഫയർമാൻ അവിടെ എത്തുന്ന വരെ എന്റെ കൂടെ ഫോണിൽ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ദിൽന അത് സമ്മതിച്ചു. ഓക്കെ, അടിയിൽ 2 questions ഉണ്ട്. Whom did Dilna call for help? അപ്പൊ ആരെയാണ് ദിൽന സഹായത്തിന് വേണ്ടി വിളിച്ചത്? ദിൽന called fireman for help. ഫയർമാനെയാണ് സഹായത്തിന് വിളിച്ചത്. What did the lady say?
എന്താണ് ലേഡി ചെയ്തത്? ലേഡി ആ സിറ്റുവേഷനെ കുറിച്ചിട്ട് എൻക്വയർ ചെയ്തു. എന്നിട്ട് എന്താണ് ഫോൺ വെക്കാണ്ട് അവിടെ എത്തുന്നത് വരെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഇഫ് യു ആർ ദിൽന വാട്ട് വുഡ് യു ഡു? അപ്പൊ നിങ്ങളാണ് ദിൽന എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാ? ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ഫയർമാനെ ഇതുപോലെ വിളിക്കും. അപ്പൊ കൂട്ടുകാരൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അത് എഴുതി കൊടുക്കുക. റിലീഫ്. അപ്പൊ അടുത്തതിൽ എന്താ പറയുന്നത് നോക്കി നോക്കാം. ദിൽന heard the siren of the approaching fire engine. അപ്പൊ എന്താണ്? ദിൽന ഈ ഫയർ എഞ്ചിന്റെ സൗണ്ട് കേട്ടു. Soon there was a knock at the door. അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ്? വാതിലിൽ ആരോ വന്ന് knock ചെയ്തു. അപ്പൊ knock പുതിയ വേർഡ് ആണ്. knock എന്താ? മുട്ടി. On the doors. The lady on the phone said, Dilna, it's safe to open the door now. The firemen are there. അപ്പൊ എന്താണ്? ദിൽനോട് പറയാണ് ഇപ്പോൾ ഡോർ തുറന്നു, ഫയർമാൻ അവിടെ ഉണ്ടെന്ന് പറയാണ്. She ran to the door and opened it. അപ്പൊ ദിൽന എന്ത് ചെയ്തു? ഡോറിലേക്ക് ഓടിപ്പോയിട്ട് അത് തുറന്നു. അപ്പൊ തന്നെ എന്തുണ്ടായി? 2 ഫയർമാൻ. 2 firemen rushed in. 2 പേര് അകത്ത് കയറി. ദിൽന led them to the living room. അപ്പൊ അവരെ എന്ത് ചെയ്തു? ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി. Her mom was still lying on the floor. അപ്പൊ അപ്പോഴും എന്താണ്? അമ്മ അവിടെ കിടക്കാണ്. ഓക്കെ, അപ്പൊ ആ പിക്ചർ ആണ്. അപ്പൊ ആ പിക്ചർ കൂട്ടുകാരൊന്ന് നോക്കുക. ഓക്കെ, ഇനി എന്താ? Who came to help Dilna and Isaac? അപ്പൊ ദിൽനനെയും ഇസാക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ ആരാ വന്ന്? ഫയർ എഞ്ചിൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ടൈംലി ഹെൽപ്പ്. The fireman checked her mother and gave her first aid. അപ്പൊ എന്താണ്? അമ്മയെ പരിശോധിച്ച് അമ്മക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. Slowly she opened her eyes. അപ്പൊ മെല്ലെ അമ്മ എന്താണ്? ഈ ഫസ്റ്റ് എയ്ഡ് കിട്ടിയപ്പോ കണ്ണുകൾ തുറന്നു. Then they gave her some water to help her feel better. അപ്പൊ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഈ ഈ ഫയർമാൻ എന്ത് കൊടുത്തു? കുറച്ച് വെള്ളം കൊടുത്തു. Mom, Isaac shouted with joy. അപ്പൊ ഇത് കണ്ടപ്പോ എന്താണ്? സന്തോഷത്തോടെ ഇസാക്ക് അമ്മ എന്ന് വിളിക്കുകയാണ്. Mom, these people helped us, Dilna said. Thank you. അപ്പൊ എന്താണ്? അപ്പൊ ദിൽന പറയാണ്, അമ്മ ഇവരാണ് നമ്മളെ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ഫയർമാനെ കാണിച്ചു കൊടുക്കുകയാണ്. The mother said softly, smiling at the fireman. One of the firemen said to the mother, your daughter did a great job. She is a hero. Dilna felt happy. എന്താണ്? അപ്പൊ അമ്മനോട് പറയാണ്, നിങ്ങളുടെ മോള് ചെയ്തത് ഒരു വലിയ ഒരു കാര്യമാണ്, ശരിക്കും അവളൊരു ഹീറോ ആണെന്നൊക്കെ പറയാണ്. ഓക്കെ, ദിൽന ഫെൽറ്റ് ഹാപ്പി. അപ്പൊ ഇത് കേട്ടപ്പോ എന്താ? ദിൽനക്ക് നല്ല സന്തോഷായി. Actually, I was scared, Dilna admitted. ശരിക്കും എന്താണ്? ദിൽനക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. I just did what I had to do. The fireman smiled and patted her. അപ്പൊ എന്താണ്? ദിൽനക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അങ്ങോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ എന്താണ്? ഈ ഫയർമാൻ ദിൽനനെ കൺഗ്രാജുലേറ്റ് ചെയ്തു. What did the fireman do to wake their mother? അപ്പൊ അമ്മയെ എന്താണ് വേക്കപ്പ് ആക്കാൻ എന്താണ് ചെയ്തത്? The fireman checked mother and gave her first aid. അപ്പൊ ആദ്യം അമ്മനെ നോക്കി ചെക്ക് ചെയ്തു, എന്നിട്ട് അമ്മയ്ക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. Why did the fireman say that Dilna was a hero? അപ്പൊ എന്തുകൊണ്ടാണ് ഫയർമാന് ദിൽന ഒരു ഹീറോ ആണെന്ന് പറയുന്നത്? It is because Dilna informed the fireman on time. It helps to save the mother. അപ്പൊ എന്താണ്? സമയത്തിന് എന്താണ് ഫയർമാനെ വിളിച്ച കാരണമാണ് അമ്മ രക്ഷപ്പെട്ടത്. അപ്പൊ അങ്ങനെ ദിൽന ഇൻഫോം ചെയ്ത കാരണമാണ് അമ്മ രക്ഷപ്പെട്ടത്. അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ദിൽന ഒരു ഹീറോ ആണെന്ന് ഫയർമാൻ പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. Award for bravery. After a few days, the fireman invited Dilna to the fire station. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എന്താണ് ഫയർമാന് ദിൽനനെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചു. She gave her an award. എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്തു? ഒരു അവാർഡ് കൊടുത്തു. She didn't really feel like a hero. അപ്പൊ എന്താണ്? അവൾക്ക് പക്ഷെ എന്താണ് ഒരു ഹീറോ ആയിട്ടൊന്നും തോന്നിയില്ല.
She was glad that her mother was safe. അവിടെ അവളുടെ അമ്മ സന്തോഷമായിട്ട് ഇരിക്കണ കാരണം അവൾക്കൊരു സന്തോഷം തോന്നി. As they left the fire station, Dilna turned to Isaac and said, "You know, in an emergency, it's important to know what to do. I will teach you just like grandmother taught me." അപ്പൊ എന്താണ്? അപ്പൊ നിനക്കറിയോ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. എന്റെ നമ്മുടെ ഗ്രാൻഡ്മ എനിക്ക് പഠിപ്പിച്ചത് പോലെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ നീയും അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അനിയനോട് ചേച്ചി പറയാണ്. ഇസാക്ക് looked up at her sister and smiled. അപ്പൊ ചേച്ചിയെ നോക്കിയിട്ട് ഇസാക്ക് എന്ത് ചെയ്തു? ഒന്ന് ചിരിച്ചു. Thanks Dilna, you are the best. Thanks Dilna, you are the best എന്നാരാണ്? ഫയർമാൻ പറയാണ്. ഓക്കെ, ആരെഴുതിയിട്ടുള്ളതാ? ഡെബോറ ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ എഴുതിയിട്ടുള്ളതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Why did the fireman invite Dilna to the fire station? എന്താണ്? അവൾക്ക് ബ്രേവറിക്കുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദിൽനനെ ഇൻവൈറ്റ് ചെയ്തത്. Why didn't Dilna consider herself as a hero? അപ്പൊ ഇതെന്താണ്? ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ദിൽന കാണുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ഒരു ഹീറോ ആയിട്ട് തോന്നാത്തത്. What lesson did you learn from the story? ഈ സ്റ്റോറിയിൽ നിന്ന് കൂട്ടുകാർ എന്ത് ലെസൺ ആണ് പഠിക്കുന്നത്? അപ്പൊ ഇതുപോലെ കൂട്ടുകാരുടെ വീട്ടിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വന്നാൽ എന്ത് ചെയ്യണം? 101 എന്നുള്ള ഫയർ നമ്പറിലേക്ക് വിളിക്കണം. അപ്പൊ ആ ധൈര്യം, ഇതിനുള്ള ധൈര്യം എന്താണ്? കൂട്ടുകാർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ കൃത്യസമയത്ത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ദിൽനയുടെ അമ്മനെ രക്ഷിക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്കും ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പേടിച്ചിരിക്കാണ്ട് നമ്മൾ വിളിച്ച് പറയണം. ഓക്കെ, ഇത് ഗ്ലോസറി ആണ്. അപ്പൊ അതൊന്ന് കൂട്ടുകാർ വായിച്ചു നോക്കുക. ഇനി ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ കൂട്ടുകാർ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.